നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അതിദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ CPM നേതാക്കന്മാർ ഇപ്പോൾ ആത്മവിമർശനം നടത്തുകയാണ്. പലരും പല കാര്യങ്ങൾ പറയുന്നു, നേതാക്കന്മാർ പലതും പറയുന്നു, അണികൾ പലതും പറയുന്നു. ഇത്തരത്തിലൊരു പരാജയം CPM സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതൊരു പരാജയം ഉണ്ടായാൽ പോലും ഐക്യമുന്നണിക്ക് അല്ലെങ്കിൽ UDF-നും കോൺഗ്രസിനും ചേർന്ന് ഒരു 80 സീറ്റ് വരെയൊക്കെ CPM പ്രതീക്ഷിച്ചുള്ളൂ. 102 സീറ്റിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയൊന്നും CPM-ന് ഉണ്ടായിട്ടില്ല. പല നിരീക്ഷണങ്ങളാണ് പല നേതാക്കന്മാർ പറയുന്നത്. മലബാറിൽ നിന്നുള്ള നേതാക്കന്മാർ പറയുന്നു പരാജയത്തിന്റെ കാരണം എന്നതാണ്. മധ്യ കേരളത്തിലെ നേതാക്കന്മാർ വേറെ കുറെ കാരണങ്ങൾ നിരത്തുന്നു. തെക്കൻ കേരളത്തിലെ നേതാക്കന്മാർ മറ്റു പല കാരണങ്ങൾ നിരത്തുന്നു. കാരണം CPM-ന് കൃത്യമായി മനസ്സിലാകുന്നില്ല എവിടെയാണ് ഞങ്ങൾ പിഴച്ചതെന്ന്. അതായത് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നുണ്ട്, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എങ്ങനെയാണ് തോറ്റതെന്ന് CPM-നും എങ്ങനെയാണ് ജയിച്ചതെന്ന് കോൺഗ്രസിനും ഇതുവരെ മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് കാര്യം. എവിടെയാണ് തങ്ങൾക്ക് പാളിയതെന്ന് CPM-ന് മനസ്സിലായിട്ടില്ല, എങ്ങനെയാണ് ഞങ്ങൾക്ക് 102 സീറ്റ് കിട്ടിയതെന്ന് കോൺഗ്രസിനും മനസ്സിലായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ആത്മവിമർശനത്തിലൂടെ പാർട്ടിയെ വീണ്ടും സജീവമാക്കാനാണ് CPM ശ്രമിക്കുന്നത്. താഴെത്തട്ടിലുള്ള റിപ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ഒരു സംഘടനാ ശൈലി വെച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ജില്ലാ കമ്മിറ്റി വിളിച്ച് റിപ്പോർട്ടിംഗ് നടത്തും. ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, അങ്ങനെയാണ് CPM-ന്റെ റിപ്പോർട്ടിംഗ് നടത്തുക. അതിലെല്ലാം റിപ്പോർട്ടിംഗ് നടത്തുന്നു. പല നേതാക്കന്മാർക്കെതിരെയും രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ മന്ത്രി കൂടിയായ, എറണാകുളത്തു നിന്നുള്ള മധ്യ കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായ P. രാജീവ് ഇന്നലെ ഒരു വിമർശനം ഉന്നയിച്ചത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം വിനയായി എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ രാജീവ് പറഞ്ഞത് ശരിയായ ഒരു വിലയിരുത്തലല്ലേ? തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷമാണ് അവർ മനസ്സിലാക്കിയെന്ന് മാത്രം. ഈ LDF-ന് ഇത്രയും വലിയ പരാജയം ഉണ്ടാക്കിയാൽ ആദ്യം എടുത്തു പറയേണ്ടത് അന്നത്തെ മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ ഏകാധിപത്യ രീതി. LDF അല്ലാതെ മറ്റാര് എന്ന് പറയുകയും അല്ലെങ്കിൽ LDF അല്ലാതെ മറ്റാര് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടുകയും പിണറായി വിജയന്റെ ഒറ്റയ്ക്കുള്ള ചിത്രം വെക്കുകയും ചെയ്തു. ഞാനല്ലാതെ മറ്റാര് എന്നൊരു മെസ്സേജാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക്, ഏകാധിപതിയുടെ സമീപനമാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിയത്. അത് തന്നെയാണ് ആദ്യം തിരിച്ചടിയായത്. രണ്ടാമത് പറയേണ്ടത് UDF-ന് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളെന്ന് പറയുന്നത് MP നികേഷ് കുമാറാണ്. LDF-ന്റെ PR ടീമിന് വ്യക്തമായ പങ്കുണ്ട്. PR ടീം ചെയ്ത ഓരോ പ്രവൃത്തിയും അത് UDF-ന് അനുകൂലമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF-ന്റെ PR ടീം ചെയ്ത ഓരോ കാര്യങ്ങളും, അതിപ്പോ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതായിക്കോട്ടെ, കട്ടൗട്ട് വെച്ചതോടെ എല്ലാ കാര്യവും അനുകൂലമായി വന്നത് UDF-നായിരുന്നു, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചതാണ് പ്രശ്നം. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി അല്ലെ പിണറായി വിജയന്റെ MP ഗോവിന്ദന്റെ പ്രശ്നമായിരുന്നില്ല, അണികളുടെ പ്രശ്നമായിരുന്നു. താഴെ തട്ടിലുള്ള അണികൾ നന്നായി പ്രവർത്തിച്ചില്ല, എല്ലാവർക്കും അധികാരം കിട്ടിയതിന്റെ അഹങ്കാരമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. 10 വർഷമായി കേരളം ഭരിച്ചിട്ട് ഒരു വികസനം എന്ന് പറയാൻ, അല്ലെങ്കിൽ വലിയ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കി 10 വർഷങ്ങളായിരുന്നു. എനിക്കൊന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ ആരോഗ്യ മേഖല, ആഭ്യന്തര വകുപ്പ്, ദേവസ്വം വകുപ്പ്, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, വിശ്വാസി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, തൊട്ടു പിന്നാലെ വരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിഷയം വരുമ്പോൾ പത്മകുമാറിനെ അടക്കം ചേർത്ത് പിടിച്ച ഒരു നിലപാട് CPM-ന്റെ. അത്തരം കാര്യങ്ങളൊക്കെ CPM-ന് വിനയായി അല്ലെങ്കിൽ തിരിച്ചടിയായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി പാർട്ടി തിരികെ വരണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം തന്നെ പറയുന്നത് CPM അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-നും LDF-നും അത്ര എളുപ്പമല്ല എന്നായിരുന്നു. എന്നിട്ടും പാർട്ടിയിൽ വലിയ തിരുത്തലുകൾക്കോ മാറ്റങ്ങൾക്കോ ഒന്നും തയ്യാറായില്ല. അപ്പോഴും പഴയ ഗിമ്മിക്കുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെയും PR ടീമിൽ എടുത്തു പറയേണ്ടത്, എല്ലാ സർക്കാർ അല്ലെങ്കിൽ മാറി മാറി വരുന്ന എല്ലാ സർക്കാരും PR നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപത്തെ അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഭരിച്ച മറ്റൊരു സർക്കാരിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള PR, അതൊക്കെ ആദ്യമായിട്ടാണ് കേരളം അത്തരം PR-കൾ കാണുന്നത്. അതെല്ലാം തിരിച്ചടിയായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പല വിഷയങ്ങൾ LDF-ന് മുന്നിൽ, അല്ലെങ്കിൽ വലിയ ആദ്യത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയത്തിൽ നിന്ന് കരകയറാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകില്ലായിരുന്നു അന്ന് തിരുത്താൻ തയ്യാറായിരുന്നെങ്കിൽ. അന്ന് തിരുത്താൻ തയ്യാറായിട്ടില്ല. അന്നും അണികൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഏകാധിപതിയെ പോലെ ഭരിക്കുന്ന പിണറായി വിജയൻ നയിക്കേണ്ട തെരഞ്ഞെടുപ്പിനെ എന്ന് പറഞ്ഞവർ പോലുമുണ്ട്. KK ശൈലജയെ പോലെ ഉൾപ്പെടെയുള്ളവരെ ഒതുക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അവരൊക്കെ പിണറായി വിജയന് മുകളിലേക്ക് ആരും വരരുതെന്ന് അദ്ദേഹത്തിന്റെ ഏകാധിപത്യ, ഞാൻ കഴിഞ്ഞ പ്രളയം എന്ന ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ വലിയ രീതിയിൽ അന്നും വിമർശനം ഉണ്ടായി. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, എങ്ങനെയെങ്കിലും ഇനി തിരിച്ചു വരണം, അല്ലെങ്കിൽ പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്താൻ വേണ്ടി LDF കൈകാലിട്ട് അടിക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചത് തെറ്റാണെന്ന് പറയുന്നു. പത്മകുമാറിന്റെ വിഷയം, അല്ലെങ്കിൽ ശബരിമലയിൽ പത്മകുമാറിനോട് കാണിച്ച നിലപാട് തെറ്റാണെന്ന് പറയുന്നു. പാർട്ടിയിൽ പിണറായി വിജയനും MP വീട്ടിൽ നിന്ന് പോലും വിമർശനമുണ്ട് എന്ന് MP ഗോവിന്ദൻ പറഞ്ഞിട്ടും ഇന്നും അല്ലെങ്കിൽ ഞങ്ങൾ മാറാൻ തയ്യാറാകുകയാണെന്ന് പറയുമ്പോഴും
പിണറായി വിജയനും മാറുന്നില്ല, എം വി ഗോവിന്ദനും മാറുന്നില്ല. അവർ രണ്ടുപേരും മാറാതെയുള്ള മാറ്റങ്ങൾ മാത്രമേ പാർട്ടിയിൽ ഇനി നടക്കൂ എന്ന നിലപാടാണ് ഇന്നും സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ പത്മകുമാറിന്റെ വിഷയം എടുക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധങ്ങൾ നിൽക്കുന്നു. തോൽവിക്ക് പരാജയം പത്മകുമാറിനെ ചേർത്ത് പിടിച്ചതാണെന്ന് പറയുമ്പോൾ പോലും പത്മകുമാറിന്റെ സസ്പെൻഡ് മാത്രമാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചടി. ഇനി തിരിച്ചു വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും വെച്ച് പഴയ പ്രതാപത്തിലേക്ക് CPM-നോ LDF-നോ തിരികെ വരാൻ കഴിയില്ല. ആദ്യം മാറേണ്ടത് പിണറായി വിജയനും എം വി ഗോവിന്ദനുമാണ്. കാര്യം MLA സ്ഥാനം പോലും അല്ലെങ്കിൽ MLA ഇരിക്കാൻ പോലും പിണറായി വിജയൻ അർഹനല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സാധാരണക്കാരെ പാർട്ടി നശിക്കരുത്, പാർട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ അണികളുടെയും വാക്കുകൾ പാർട്ടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു തിരിച്ചുവരവ് LDF-ന് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പരാജയം അറിയാത്ത തളിപ്പറമ്പ്, തൃക്കരിപ്പൂര്, അതോടൊപ്പം തന്നെ പയ്യന്നൂര്, തൊട്ടപ്പുറത്ത് നേരത്തെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വർഷങ്ങളായി കോൺഗ്രസ് MLA ഇല്ലാത്ത ഉദുമ, പേരാമ്പ്ര, വാമനപുരം, ചിറിയൻകീഴ് തുടങ്ങിയ നിരവധിയായ മണ്ഡലങ്ങളുണ്ട്. എണ്ണിയാൽ നമുക്ക് വിരലിൽ എണ്ണാൻ കഴിയാത്ത അത്രയും മണ്ഡലങ്ങളുണ്ട്. CPM മാത്രം ജയിച്ചു വന്നിരുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനി, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ, പഴയ കൊടുങ്ങല്ലൂർ മണ്ഡലമായപ്പോൾ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലുണ്ടായ ഈ ദയനീയ പരാജയത്തിന് ഒരു കാരണം CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതാണ്. അത് തെറ്റായി പോയി എന്ന് ഇപ്പോൾ പാർട്ടി സമ്മതിക്കുന്നു. പയ്യന്നൂരിൽ CPM-ന്റെ പൊന്നാപുരം കോട്ടയിൽ CPM അല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടിയും പല പ്രദേശങ്ങളിൽ അവിടെ ഇല്ല. അവിടെ ഒരു ബൂത്തിൽ 1000 വോട്ടുണ്ടെങ്കിൽ 800 മുതൽ 900 വരെ വോട്ട് CPM-ന് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഇടതുപക്ഷം എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല, CPM മാത്രമുള്ള പയ്യന്നൂർ മണ്ഡലത്തിൽ അവിടെ പരാജയപ്പെടുന്നു. അവിടെ ഉണ്ടായത് രക്തസാക്ഷി ഫണ്ട് മുഖ്യതുമായി ബന്ധപ്പെട്ട് അവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് ഉയർത്തിയ ആരോപണം ശരിയാണെന്ന് പാർട്ടി അണികൾ സമ്മതിക്കുകയാണ്. അതിപ്പോൾ പാർട്ടി പറയുന്നു അവിടെ തിരുത്തിയിരുന്നെങ്കിൽ ഈ 2 മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്ന് പാർട്ടി ആത്മവിമർശനം ഉന്നയിക്കുന്നു. ജി സുധാകരനെ ചേർത്ത് പിടിക്കാനുള്ള പല സാഹചര്യങ്ങളും തീർച്ചയായും CPM-ന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെ കഥ പറയുന്ന പുന്നപ്രയും വയലാറും ഉൾപ്പെടുന്ന പ്രദേശം ആലപ്പുഴ ജില്ലയിൽ CPM-ന് അതീവ ദയനീയ പരാജയം, അമ്പലപ്പുഴയിൽ അതിദയനീയ പരാജയമാണ് CPM-ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ തിരുത്തുമെന്ന് അവർക്ക് അറിയില്ല. കാരണം എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു പരാജയപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു പരാജിതനായ പാർട്ടി സെക്രട്ടറിയെ മുൻനിർത്തി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അണികൾ ചോദിക്കുന്നു. എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞ പല പ്രസ്താവനകളും പാർട്ടിക്ക് എതിരായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചത് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ നാഴികയ്ക്ക് 40 വട്ടം മലപ്പുറം ജില്ലയെ പൂർണ്ണമായും വർഗീയവൽക്കരിച്ച് മലപ്പുറം ജില്ലയിലെ മുഴുവൻ ആളുകളെയും വർഗീയവാദികളെന്ന് അടച്ചാക്ഷേപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായില്ല. അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം ലീഗുകാരിയാണെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ലീഗുകാരല്ല. മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും 60,000 70,000 വോട്ട് ഇപ്പോഴും LDF-ന് കിട്ടുന്നുണ്ട്. അവിടെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട്. അത് തള്ളിപ്പറയാൻ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് വയനാട്ടിൽ മമ്മൂട്ടി, ഒരു സിനിമാ നടൻ മമ്മൂട്ടി അവിടെ ടൗൺഷിപ്പിൽ പങ്കെടുത്ത് ഒരു ടൗൺഷിപ്പ് സന്ദർശിക്കുന്നതിനിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി റഫീഖിനോട് ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചപ്പോൾ ആ റഫീഖിന് അനുകൂലമായി സാമൂഹ്യ മാധ്യമത്തിൽ ശബ്ദമുയർത്തിയ ആളുകളെ തള്ളിപ്പറഞ്ഞ് മമ്മൂട്ടിയോട് മാപ്പ് പറയാൻ ഈ പിണറായി വിജയൻ തയ്യാറായി. പക്ഷേ ഒരു ജില്ലയെ അടച്ചാക്ഷേപിച്ച, മലബാറിനെ അടച്ചാക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശനെ നിലക്ക് നിർത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല. അത് പരാജയത്തിന്റെ ഒരു കാരണമാണ്. എന്തായാലും രാജീവ് പറഞ്ഞതുപോലെ ഏകാധിപതികളുടെ സ്വരത്തിൽ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞ മുദ്രാവാക്യം തിരിഞ്ഞുകൊത്തിരിക്കുകയാണ്. CPM-നെ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ CPM തിരുത്തും. CPM ഒരു കാരണവശാലും കേരളത്തിൽ നശിക്കരുത്, CPM ഇല്ലാതാവരുത്. ആ വേണ്ട തിരുത്തലുകൾ നടത്തി മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തി വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ CPM-ന് കഴിയട്ടെ.